കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് തുടരുകയാണ്. അർദ്ധരാത്രി 12 മണിവരെ 24 മണിക്കൂറാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് പൊതുഗതാഗതം താറുമാറായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് അവിടെ നിന്ന്. വിപിൻ, മറ്റ് ജില്ലകളിലൊക്കെ തന്നെ വളരെ കുറച്ച് യാത്രക്കാരെ മാത്രമേ നിരത്തിൽ കാണാൻ കഴിഞ്ഞുള്ളൂ. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. പക്ഷേ ഓട്ടോറിക്ഷകൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും മറ്റ് പൊതുഗതാഗതങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. മലപ്പുറത്ത് എങ്ങനെയാണ്? വിപിൻ എവിടെയാണ് നിൽക്കുന്നത്? ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലോ മറ്റോ ആണോ? വാഹനങ്ങൾ ഓടുന്നുണ്ടോ? KSRTCയുടെ കാര്യം എന്താണ്? ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. ഞാൻ നിൽക്കുന്നത് മലപ്പുറത്തെ KSRTC സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ 2 ബസ്സുകൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അത് ഹരിപ്പാടിലേക്കും ഒപ്പം തന്നെ കോഴിക്കോടിലേക്കുമുള്ള 2 ബസ്സുകളാണ് ഇവിടുന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. 4:10 പോകേണ്ട ഹരിപ്പാട് ബസ്സായിരുന്നു, പക്ഷേ അത് ഇതുവരെയും പിടിച്ചു നിർത്തി. അതിനുശേഷം ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ കൂടി പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്നും, അതായത് അവരുടെ ഒരു സുരക്ഷ ഒരുക്കും, ഈ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുള്ളൊരു സുരക്ഷ ഒരുക്കും എന്നുള്ളൊരു ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ബസ്സുകൾ ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഹരിപ്പാടിലേക്കൊക്കെ മുൻപ് തന്നെ ബുക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു അതിൽ യാത്ര. പക്ഷേ വളരെ കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ ഉള്ളൂ. മറ്റ് KSRTC ബസ്സുകളൊന്നും തന്നെ ഓടിയിട്ടില്ല. ഈ പാലക്കാട് കോഴിക്കോട് ഒരു 2 ബസ്സുകൾ ഇപ്പോൾ ഏകദേശം ഒരു പുലർച്ചയോടുകൂടി തന്നെ ഇവിടെ നിന്ന് സർവീസ് നടത്തിയിട്ടുണ്ട്. മറ്റു ബസ്സുകളുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവുണ്ട്. അപ്പോൾ യാത്രക്കാർ വരുന്നതിനനുസരിച്ച് ഒരു സുരക്ഷ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് സർവീസ് നടത്തും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് സുരക്ഷ ഒരുക്കുമെന്നുള്ളത് പോലീസും അറിയിക്കുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ സാന്നിധ്യം ഇപ്പോൾ KSRTC സ്റ്റാൻഡിലുണ്ട്. ഇവിടുത്തെ ജീവനക്കാരും ഇത് തന്നെയാണ് പറയുന്നത്. സർ, ഇവിടെ നിന്നുള്ളൊരു വാഹനങ്ങൾക്ക് പോകാനുള്ളൊരു സുരക്ഷ ഒരുക്കുന്നത്? തീർച്ചയായിട്ടും സുരക്ഷ ഒരുക്കും നമ്മൾ. നമ്മൾ ഇവിടുന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ KSRTC ആവശ്യപ്പെടുന്ന കുറച്ച് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പോൾ അവരാവശ്യപ്പെട്ടതിനെ തുടർന്നാണോ ഇപ്പോൾ രാവിലെ ഉള്ളൊരു പരിശോധന? അതെ. ഇപ്പോൾ എത്ര ബസ്സുകൾ ഇവിടുന്ന് യാത്രയായിട്ടുണ്ട്? സർവീസ് 2 വണ്ടികൾ, ഹരിപ്പാട് വണ്ടിയും അതുപോലെ കോഴിക്കോടിലേക്കുള്ള ഒരു വണ്ടി യാത്ര ആരംഭിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇപ്പോൾ മലപ്പുറം CI ആണ് സംസാരിച്ചത്. ഇവിടുന്ന് പോകുന്ന വാഹനങ്ങൾക്കുള്ളൊരു സുരക്ഷ ഒരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവേ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷകൾ കാണുന്നുണ്ട്. മലപ്പുറം നഗരത്തിൽ ഓട്ടോറിക്ഷകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇല്ല. ചില സ്വകാര്യ വാഹനങ്ങൾ കൂടിയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. പൊതുവേ അപ്പോൾ കടകമ്പോളങ്ങളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. പറഞ്ഞതുപോലെ തന്നെ അത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ചിത്രം കുറച്ചുകൂടി വ്യക്തമാവുകയുള്ളൂ. KSRTC ബസ്സുകൾ എന്തായാലും അതിരാവിലെയുള്ള ബസ്സുകൾ ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. ഇനി അത് ഇവിടെ നിന്ന് പോകുന്നതിനുള്ളൊരു സുരക്ഷ ഒരുക്കുമെന്ന് പോലീസും അറിയിക്കുന്നു. ഇതാണ് മലപ്പുറം ജില്ലയിൽ ഒരു പൊതുചിത്രമുള്ളത്. ഒപ്പം തന്നെ ഈ സ്വകാര്യ ബസ്സുകൾ ഇന്നലെയും പണിമുടക്കിലായിരുന്നു. അപ്പോൾ ഇന്നുകൂടി സ്വകാര്യ ബസ്സുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അത് നിശ്ചലമാകും എന്നുള്ളതാണ് ഒരു സ്ഥിതി. കാരണം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് KSRTC ബസ്സുകളുള്ളത്. മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ കൂടുതലും സ്വകാര്യ ബസ്സുകളെ തന്നെയാണ് ഈ ജില്ലയും ആശ്രയിക്കുന്നത്. റിജിത്ത്, സ്മിത. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പണിമുടക്ക് കാര്യമായി തന്നെ ജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഒരു ചിത്രം വ്യക്തമാവണമെങ്കിൽ ഏതാണ്ട് 8:30-9 മണി സമയത്തോടടുക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്ന രാവിലെയുള്ള ദൃശ്യങ്ങളാണ്. പലയിടങ്ങളിലും ഓട്ടോറിക്ഷകളൊക്കെ ചെറിയ രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. സ്വാഭാവികമായും ജനം വലിയ രീതിയിൽ ബുദ്ധിമുട്ടാൻ തന്നെയാണ് സാധ്യത.